എടാ കഴിഞ്ഞ കളി പിങ്ക് കാരണം ഭയങ്കര സീനായിരുന്നു കേട്ടോ. ഈ കളി സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. ഓക്കെ, നമ്മുടെ നിതിനൂർ ഉണ്ടായിരുന്ന ഒരു രസം ഉണ്ടായിരുന്നു. തുടക്കം തന്നെ നല്ല പിങ്കാണ്. എടാ ഫ്രണ്ടിൽ രണ്ടുപേരും ആ ഒരുത്തും തീർന്നു. അവിടെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കോണേ. നല്ല പിങ്കോട്ടാണ്, നല്ല പിങ്കോട്ട്. എവിടുന്നാണ് അടി കിട്ടുന്നത്? കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം. എടാ വൈഫൈയിലാണ് കളിക്കുന്നത്, റേഞ്ച് തീർത്തും കുറവാണ്, സിഗ്നൽ ബുള്ളറ്റൊക്കെ പല വഴിക്കാവോ. വരുന്ന പോലും കണ്ടില്ല. പിടിക്കാം. ലോങ് എടുക്കണുണ്ട്. ആ വെക്കണ്ട്. നമുക്ക് പിടിക്കാം. എന്തുവാടാ ഇത്, ചത്ത പോലും കണ്ടില്ല. എന്ത് സീനാന്ന് നോക്കി. എടാ പോയി, എടാ കണക്ഷൻ കിട്ടുന്നില്ല. ഹലോ പോയി കോപ്പ്. യോ വാട്ട്സ്ആപ്പ് ഗായ്സ്, ഫ്രണ്ട്സ്, നമ്മളെ മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഒരു കണക്ഷന്റെ പ്രോബ്ലം ഉണ്ടാകാറുണ്ടല്ലേ. നമ്മൾ നല്ലൊരു ബ്രോഡ്ബാൻഡിലാണ് കളിക്കുന്നത് എങ്കിലും ഈ വയർലെസ് റേഞ്ചിന്റെ അതുപോലെ സിഗ്നലിന്റെ ഒരു പ്രോബ്ലം ഉണ്ടാകും. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ഈ പ്രോബ്ലം ഉറപ്പായിട്ട് സോൾവ് ചെയ്യും. കാരണം നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് എടുത്തേക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പിക്ക. യു വാച്ചിങ് അപ്പിക്കാസ്. I'm back with a best wireless range extender right now in the market. Yes guys, നമ്മളിപ്പം ഒരു വൈഫൈയിൽ അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് വെച്ചാണ് നിങ്ങൾ ഗെയിമോ ലൈവ് സ്ട്രീമിങ്ങോ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ, ആ ഒരു ബ്രോഡ്ബാൻഡ് വെച്ചിട്ട് അതിൻ്റെ റേഞ്ചിങ്ങിലെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് നമുക്ക് നമ്മുടെ ബ്രോഡ്ബാൻഡിൽ നിന്ന് സിഗ്നലിന്റെ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്സ്ട്രാ ഡിവൈസ് ആണ്. റേഞ്ച് എക്സ്റ്റെൻഡർ ഞാനിപ്പോൾ എടുത്തേക്കുന്ന TP ലിങ്കിനാണ്. കാരണം ഞാനത് കുറേ സെർച്ച് ചെയ്തിരുന്നു ഇതിനകത്ത് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. ഗായ്സ്, ഇത് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് ഞാനിത് മേടിച്ചപ്പം ഇവിടുത്തെ നോണിൽ 132 ദിറംസോളം വിലയുണ്ടായിരുന്നു. പക്ഷെ അത് പ്രൈസ് റേഞ്ച് മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഒരു പ്രാവശ്യം ഞാനിത് 250 ദിറംസിന് കണ്ടു, ഒരു പ്രാവശ്യം 100 ദിറംസിന് കണ്ടു, ചിലതിന് 170 ദിറംസിന് കണ്ടു. അങ്ങനെ പ്രൈസ് റേഞ്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് നമ്മൾ ഈ വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ റേഞ്ച് എക്സ്റ്റെൻഡർ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരിക്കും. നമുക്ക് ഏത് ഭാഗത്തിരുന്ന് വേണമെങ്കിലും നമുക്ക് ഗെയിം കളിക്കാം. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഫുൾ പാക്കറ്റ്, നല്ലൊരു വലിയ പാക്കറ്റ് ആയിട്ടാണ് ഇത് സംഭവം വരുന്നത് ഗൈസ്. പിന്നെ ഇത് നാട്ടിൽ അവൈലബിൾ അല്ല. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോഴത്തേനും നാട്ടിൽ ഇത് അവൈലബിൾ അല്ല. എങ്കിലും ഇതിന്റെ വേറെ പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ഉണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് വിട്ടേക്കാം ഗൈസ്. ഇതെന്താണ് ഐറ്റം ഗൈസ്? നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ പണ്ട് ഈ മുട്ട കൊണ്ടിരുന്ന ട്രേ, അതിന്റെ ഒരു മെറ്റില്ല കേട്ടോ. ഇതിന് മുട്ടയ്ക്ക് വരെ റേഞ്ച് എക്സ്റ്റെൻഡർ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊന്നുമില്ല പാക്കറ്റിനകത്ത്, ജസ്റ്റ് കുറെ പേപ്പറും അതിന്റെ യൂസർ മാനുവലും പിന്നെ ആ റേഞ്ച് എക്സ്റ്റെൻഡറും പിന്നെ ആ മുട്ടയുടെ ട്രേയും. യൂസർ മാനുവൽ നോക്കുവാണെങ്കിൽ അതെങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നുള്ളത് വലിയൊരു യൂസർ മാനുവലാണ്. വേറെ ഒന്നും സ്പെഷ്യലായിട്ട് പറയുന്നൊന്നുമില്ല. അതിനകത്ത് അതിന്റെ ഒരു വാറണ്ടി കാർഡും അതുപോലെ തന്നെ അതിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്ന ഒരു ചെറിയ പേപ്പർ, അത്രേ ഉള്ളൂ. എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ചെറിയ പേപ്പർ, അത് മാത്രമേ ഉള്ളൂ യൂസർ മാനുവലായിട്ട്. പിന്നെ സ്പെഷ്യലായിട്ട് അതിൻ്റെ കൂടെ ഒന്നും കിട്ടുന്നൊന്നുമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, TP-Link AC1200 വൈഫൈ റേഞ്ച് എക്സ്റ്റെൻഡർ.
ഇതിന്റെ കീ സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഇന്റലിജന്റ് സിഗ്നൽ ഇൻഡിക്കേറ്റർ ലൈറ്റ്, മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട്, ഡ്യുവൽ ബാൻഡ് ബാക്കപ്പ് മോഡ്, ആക്സസ് കൺട്രോൾ, ഈസി സെറ്റപ്പ്, ഹൈ സ്പീഡ് മോഡ്. ഹൈ സ്പീഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബാൻഡിൽ ഇട്ടുന്ന ഒരു മോഡാണ്. ഇനി നമുക്ക് ഇതിന്റെ അതർ സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ 300 MBPS സ്പീഡ് നമുക്ക് അപ്ലോഡ് ആയിട്ടും 867 MBPS സ്പീഡ് ഡൗൺലോഡ് ആയിട്ട് തരുന്നുണ്ട്. ഇതിന് എസ്പെഷ്യലി ടെതർ ആപ്പ് ഉണ്ട്, ആക്സസ് പോയിന്റ് മോഡ് ഉണ്ട്, ഡ്യുവൽ ആന്റിന സപ്പോർട്ടഡ് ആണ്. ഓക്കെ ഗൈസ്, നിങ്ങൾ ഇനി ഏത് മൂലക്കിരുന്ന് പബ്ജി കളിച്ചോ, വീഡിയോസ് കണ്ടോ, ലൈവ് സ്ട്രീം ചെയ്തോ, റേഞ്ച് എന്നൊരു പ്രോബ്ലം ഇനി നിങ്ങളെ അലട്ടത്തേ ഇല്ല. കാരണം ഇത് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ഗൈസ്, ഞാൻ എപ്പോഴും പറയുന്നു, ഇത് നമ്മൾ വൈഫൈ യൂസ് ചെയ്യുന്നവർക്കുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ നമ്മുടെ മൊബൈൽ ഡാറ്റ യൂസേജ് ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതുമായിട്ട് യാതൊരുവിധ ബന്ധം ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഇത് സെറ്റപ്പ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് പ്ലഗ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക, അപ്പോൾ ഈ പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ ഇതിനകത്ത് അഡ്മിന് യൂസർ നെയിം പാസ്വേഡ് അടിക്കുക, അത് ഡിഫോൾട്ട് ആയിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് കയറിയിട്ട് നമ്മുടെ ഏത് ബ്രോഡ്ബാൻഡ് ആണോ അതിന്റെ പാസ്വേഡും അതിന്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്ത്, നമ്മുടെ വൈഫൈയുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്ത് ജസ്റ്റ് സെറ്റപ്പ് ചെയ്ത് ഓക്കെ അടിക്കുക, കഴിഞ്ഞു. ഇത്രയും സിമ്പിൾ കാര്യമുള്ളൂ ചെയ്യാൻ. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തോളും. ഓക്കെ, പിന്നെ ഇതിനകത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കൊടുക്കാനായിട്ട് ഒരു എക്സ്ട്രാ ലാൻ പോർട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഗൈസ്, ഞാൻ ഇതിനകത്താണ് ഫുള്ള് പബ്ജി കളിക്കുന്നത്, അതുപോലെ തന്നെ സിനിമ ഡൗൺലോഡ് ചെയ്യുന്നത്, യൂട്യൂബിൽ വീഡിയോസ് കാണുന്നത്, എല്ലാം ഇത് വെച്ചിട്ടാണ് ഗൈസ്. കാരണം അതുപോലെ ഫാസ്റ്റ് നമ്മൾ ബ്രോഡ്ബാൻഡ് അടുത്തിരുന്ന് ചെയ്യുന്ന അതേ ഫാസ്റ്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സിഗ്നലിന്റെ പ്രോബ്ലം ഇല്ല. ക്യാഷ് ഉള്ളവരൊക്കെ പെട്ടെന്ന് പോയി മേടിച്ചു. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.